നമുക്കിന്ന് കുറച്ച് പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിലൊരു തോരൻ റെഡിയാക്കാം. പനിഞ്ഞിൽ എന്ന് പറയും, പരിഞ്ഞിൽ എന്ന് പറയും, മീമൊട്ട എന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് പറയുന്നത്. എന്നാൽ നമുക്ക് പരിഞ്ഞിൽ വെച്ചിട്ട് ഒരു തോരൻ റെഡിയാക്കാം കേട്ടോ. എന്നാൽ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി തേങ്ങയാണ്. തേങ്ങയൊന്നും അധികം വേണ്ട, കുറച്ച് മതി. എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 30 സെക്കൻഡോളം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരിഞ്ഞിൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് പെരിഞ്ഞിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ പെരിഞ്ഞിൽ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് മത്തിമീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ പെരിഞ്ഞിൽ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.